കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇതിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് കേരളവും പശ്ചിമ ബംഗാളും തമ്മിലാണ്. ഈ 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും തൃണമൂൽ കോൺഗ്രസിനും നിർണായകമായ ഒരു സാന്നിധ്യം അറിയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കേരളത്തിന് കാര്യമെടുത്താൽ BJP ഏതാണ്ട് 35-40 സീറ്റുകളിലേക്ക് ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ റെഡിയായി കഴിഞ്ഞു എന്ന തരത്തിൽ നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. പക്ഷേ ഇപ്പോൾ വലിയ അനക്കൊന്നും കേൾക്കുന്നില്ല. ഇനി കോൺഗ്രസിൻ്റെ കാര്യമെടുത്താൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതോടുകൂടി ഞങ്ങൾ ഇലക്ഷന് തയ്യാറായിട്ടുണ്ട്, ആരൊക്കെയാണ് മത്സരിക്കുന്നത് ഉടൻ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് ആദ്യഘട്ട ലിസ്റ്റ് പുറത്തു വരുമെന്ന് വരെ പ്രചാരണം ഉണ്ടായി. പക്ഷേ CPM അങ്ങനെയൊന്നുമില്ല. കാരണം അവർ വളരെ ഒരു കേഡർ പാർട്ടിയാണ്, ചിട്ടയായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സമയമാകുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയാണ്. കൂടാതെ LDFന് 3.0 ഗവൺമെൻറ് വരണം എന്നൊരാഗ്രഹം കൂടിയുണ്ട്. അതാണ് ഒരു ഘട്ടം. ഇനി പശ്ചിമ ബംഗാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മമതാ ബാനർജിക്ക് പിടിച്ചു നിൽക്കണം. മമതാ ബാനർജിയുടെ കൂടെ ആരൊക്കെ നിൽക്കും? കോൺഗ്രസോ CPM ഒക്കെ നിൽക്കും. ഇതാണ് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെ കാണാം നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കത്തെ? തയ്യാറെടുപ്പുകൾ എല്ലാ പാർട്ടികളും, നമ്മളിപ്പം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്, അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് ആദ്യമേ നടത്തണം, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമേ ഇറക്കി വിടണം ആൾക്കാരെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ, ബാക്കി എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം കേരളത്തിൽ വന്നു. അത് BJPക്കാരും ഒരുപക്ഷെ കോൺഗ്രസുമാണ്. അതിന് വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇറക്കി വിടണം, അല്ലെങ്കിൽ ഇറങ്ങി ജനപ്രതിനിധികളായിട്ട് ഞങ്ങൾ വന്നാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് കോൺഗ്രസിനും BJP. കാരണം ബാക്കിയുള്ളവർക്ക് 99 സീറ്റിലാണ് CPM നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം നിൽക്കുന്നത്. ആ ജനപ്രതിനിധികൾ മര്യാദക്കാരാണെങ്കിൽ ജനത്തിനിടയ്ക്ക് ഉണ്ടല്ലോ, അവർ ആ പണി കൃത്യമായിട്ട് ചെയ്താൽ അവരെ അങ്ങ് തിരഞ്ഞെടുത്തോളൂ. ഇവർക്ക് കോൺഗ്രസിന് 22, അല്ലെങ്കിൽ മൊത്തത്തിൽ 40 സീറ്റിനകത്തേ വരുന്നുള്ളൂ. ആ 40 സീറ്റിനകത്ത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ 22-നപ്പുറം മുസ്ലിം ലീഗിൻ്റെ ആണല്ലോ. അതിനകത്ത് 1-2 ജേക്കബിനും ഒക്കെ ഉണ്ടാവും. അപ്പം അവരുടെ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ സീറ്റിനകത്ത് കൂടുതൽ വിജയിച്ച് വരാനുള്ള സാധ്യതയുള്ളൂ. കോൺഗ്രസിനാണ് 97 മത്സരിക്കുമ്പോൾ 22 കിടക്കുന്നത്. അപ്പോൾ ജനപ്രതിനിധികളെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെ മറികടക്കുന്ന ആളാണെന്ന് ജനത്തിനിടയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ വരണം. അപ്പോൾ അതിനായിരിക്കും ഒരു നേരത്തെ ആൾക്കാരെ അവതരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവതരിപ്പിക്കും, അതിനുവേണ്ടി തീരുമാനം എടുക്കുന്ന ചർച്ച നടക്കുന്നത്. പക്ഷേ ചർച്ചയുടെ കാര്യമൊന്നും വെളിയിൽ വരുന്നില്ല, ഇതുവരെ തീരുമാനം എടുത്തില്ല. ഇപ്പോൾ ജാഥ ഇന്ന് എനിക്ക് തോന്നുന്നു സതീശൻ്റെ ജാഥ തുടങ്ങുന്നു. ജനം ഏതാണ്ടൊരു, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ജാഥ ഇനി ജാഥയ്ക്കിടയ്ക്കുണ്ടാകുമോ ജാഥ കഴിഞ്ഞുണ്ടാകുമോ എന്നുള്ളത് അറിയത്തില്ല. അതായത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സ്ക്രീനിങ് കമ്മിറ്റിയും പിന്നെ കണ്ടകുലുവോ ഏതാണ്ടൊരു സാധനം ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ കനകോലു അത് പിന്നെ മിസ്ത്രിയൊക്കെ വന്നു. പക്ഷേ എത്ര അങ്ങോട്ട് നോക്കിണക്കുകയും ഈ എണ്ണം അങ്ങോട്ട് കുറച്ച് ഒന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ പ്രശ്നവും നേതാക്കന്മാരുടെ താല്പര്യവും ഒക്കെ സംരക്ഷിച്ച് വരാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അങ്ങനെ സംരക്ഷിച്ച് വരുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ സ്ഥാനാർത്ഥികളാകുമോ എന്നുള്ള സംശയമുണ്ട്. ഇത് കൺഫ്യൂഷൻ മാറി വരണമെങ്കിൽ ഈ നേരത്തെ ഒരുക്കം നടത്തിയെങ്കിലും ആഗ്രഹിച്ചെങ്കിലും കോൺഗ്രസിനെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് അത് വേണ്ടി വരും. ഇപ്പം പിന്നെ ഇവിടുത്തെ ഒരു വല്ലാത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ കോൺഗ്രസിൻ്റെ വിഷയം എന്താണെന്ന് പറയും, ഈ പ്രാവശ്യം അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇനിയും കോൺഗ്രസ് ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. കേരളത്തിൽ എന്താ കാര്യം? CPM-ൻ്റെ അവസ്ഥ ഇത് തന്നെ. ഈ പ്രാവശ്യം അധികാരത്തിൽ വന്നില്ലെങ്കിൽ, അധികാരത്തിൽ വന്നാൽ CPM കാണത്തില്ലെന്നല്ലേ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ CPM-ഉം കാണുന്ന ഒരു അവസ്ഥയിലാണ്. ബാക്കിയുള്ളിടത്തെല്ലാം ഏകദേശം തീർന്നു, ഇവിടുത്തെ കാര്യം അതാ. അപ്പം ഇതുപോലെ BJP ബാക്കി ഇപ്പം നടക്കാൻ പോകുന്ന 4 സംസ്ഥാനങ്ങളിൽ BJPക്ക് സാധ്യത എങ്ങുമില്ല. യഥാർത്ഥം പറഞ്ഞു പശ്ചിമ ബംഗാളിൽ അവർ പ്രതിപക്ഷത്ത് 10-77 MLA-മാരുണ്ട്. അതങ്ങ് അത്രേ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ച് അതിന് തർക്കമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞ കാണും. പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ തിരുവനന്തപുരത്തെ കൂട്ട് ഒരുക്കം വേണം. ആ ഒരുക്കം വേണമെങ്കിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന്. അതിനൊരു 3 ഘട്ടമായിട്ട് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഏത് 3? ഏറ്റവും വിജയസാധ്യതയുള്ള 40 സീറ്റിലേക്ക് ആദ്യം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. ഈ കഴിഞ്ഞ മാസം ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ അമിത്ഷാ വന്നു, നരേന്ദ്രമോദി വരുന്നതിനിപ്പുറം സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുക, അവിടെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ മർമ്മപ്രധാനമായിട്ട് തിരുവനന്തപുരം കുട്ടിയപ്പോൾ ചർച്ചയായിട്ട് വന്ന ഒരാളായിരുന്നു ശ്രീലേഖ. ഇപ്പം പിക്ചറിന്ന് പോയതുപോലെ നമുക്ക് തോന്നുന്നു. അതായത് അവിടെ ശ്രീലേഖയ്ക്ക് പറഞ്ഞു വെച്ചിരുന്ന സീറ്റുകളിൽ വേറെ പല നേതാക്കന്മാരുടെയും പേര് വരുന്നു. ഒരുപക്ഷെ ശ്രീലേഖയ്ക്ക്
BJPയോട് അതൃപ്തിയോ BJPക്ക് ശ്രീലേഖയോട് അതൃപ്തിയോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഇലക്ഷന് ഒരു ഐക്കൺ കാൻഡിഡേറ്റ് ആയിട്ട് BJPക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാൻഡിഡേറ്റുകളുടെ ആദ്യ ലിസ്റ്റ് എടുക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പേര് പറയാൻ സാധ്യത ഉണ്ടായിരുന്ന ശ്രീലേഖ ഇപ്പോൾ പിക്ചറിൽ ഇല്ലാത്ത ഒരു രീതി, ഒരു പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഇടപെടുവാണെങ്കിൽ മാത്രം ശ്രീലേഖ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ സ്ഥാനാർത്ഥി ആകുമെന്ന് വിചാരിക്കേണ്ടി വരും. ഏതായാലും രണ്ട് പാർട്ടിക്കകത്തും നമ്മളിപ്പോൾ കാണുന്നത്, അതായത് കോൺഗ്രസിനും BJPക്കും CPM പറഞ്ഞിട്ടുണ്ട് അത് സമയോചിതമായിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചോളാം, ആവശ്യമുള്ളപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു തരും. നേരത്തെ ആരും വാഗ്വാദത്തിനും സ്ഥാനാർത്ഥി അനൗൺസ്മെന്റിനും ഒന്നും പോകണ്ടെന്ന് അവരുടെ അടുത്ത പ്രാവശ്യവും ലീഡറായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ട പറഞ്ഞ് നമ്മൾ കേട്ടാണ്. ബാക്കി എല്ലായിടത്തും അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിൽക്കുമ്പോൾ ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ CPMന് ഞാനീ പറഞ്ഞ കാര്യമാണ്, കസ്റ്റഡിയിലുള്ള ജനപ്രതിനിധികൾ വൃത്തിയായിട്ട് ജോലി ചെയ്താൽ അവർക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സാധിക്കും. പക്ഷെ ബാക്കി രണ്ടിടത്തും ഇതുപോലെ ഇവരെ മറികടന്ന് വരണം, അതിനുവേണ്ടി തയ്യാറെടുപ്പോട് കൂടി നിൽക്കുന്നു. കാരണം നിലനിൽപ്പിൻ്റെ വിഷയമാണ്. എങ്ങും ഇന്ത്യ മൊത്തം ഉള്ളപ്പോൾ കേരളത്തിൽ നിന്ന് BJPക്ക് അക്കൗണ്ട് തുറക്കേണ്ട BJPയുടെയും വിഷയമാണ്, ബാക്കി രണ്ടുപേരുടെയും നിലനിൽപ്പിൻ്റെ വിഷയമാണ്. എന്നിട്ടും കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥികളെ ഇതുവരെ ഇല്ല. അതുപോലെ വേറൊരു കാര്യമുണ്ട്, കോൺഗ്രസ് വളരെ ബുദ്ധിപൂർവ്വമാണ്, അത് ഞാൻ പറയാൻ പറ്റുമോ, പശ്ചിമ ബംഗാൾ ഒറ്റയ്ക്ക് മത്സരിക്കും. എന്തോരം മത്സരിക്കുന്നത് പശ്ചിമ ബംഗാൾ? ഇപ്പം നമുക്കറിയാമല്ലോ, CPM അവിടുത്തെ പ്രബലമായ പാർട്ടി ആയിരുന്നു, 30 കൊല്ലം ഭരിച്ചിരുന്നിടത്ത്. അതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടാവും, പക്ഷെ 30 കൊല്ലം ഭരിച്ചെടുത്ത് CPMന് ഇപ്പോൾ MLA ആരുമില്ല. ആ സ്ഥാനത്ത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം CPMും കോൺഗ്രസും കൂടെ മത്സരിച്ചപ്പോൾ ഇപ്പം ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് പറയുമ്പോൾ PS മാഷെ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. എന്താണെന്നറിയോ, അവിടെ ഒന്നും കിട്ടത്തില്ലെന്നറിയാം. 1-2% വോട്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് വെച്ച് ഇനി കാണത്തുള്ളൂ. എന്നാലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നൊരു പ്രതീതി 4ഇടത്തും ഒരുപോലാണല്ലോ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പം അല്ലെങ്കിൽ കേരളത്തിൽ ഇനി ആകെയുള്ള ഒരു തിരുത്ത് കോൺഗ്രസ്സിന് കിട്ടുമെന്ന് വിചാരിക്കുന്നിടത്ത് ഈ രണ്ട് പേരുടെ അവിടെ ഒന്നിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് CPMും കോൺഗ്രസൂടെ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരവസ്ഥ, ആ ഒരു പ്രചരണം കേരളത്തിൽ വരും. ഇത് നമ്മളെ കളിപ്പിക്കാനുള്ള പരിപാടി. അപ്പോൾ BJPക്ക് ഇത് ഗുണം ചെയ്യാനും അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധ്യത കുറയ്ക്കാനും ഒരു സാധ്യത. അതുകൊണ്ടാണ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള അനൗൺസിങ് ഇപ്പോഴേ കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് BJPക്ക് എങ്ങും ജയിക്കാനുള്ള സാധ്യതയില്ല. അത് പശ്ചിമ ബംഗാളിൽ ജയിക്കാൻ സാധ്യതയില്ല, തമിഴ്നാട്ടിൽ ജയിക്കാൻ സാധ്യതയില്ല, പോണ്ടിച്ചേരിയും ജയിക്കാൻ സാധ്യതയില്ല, കേരളത്തിലും ജയിക്കാൻ സാധ്യതയില്ല. എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ശേഷം, അല്ലെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം BJP എന്താ പറഞ്ഞത്, അടുത്ത് പശ്ചിമ ബംഗാൾ. ബീഹാർ വീഴ്ത്തി, ബീഹാറിൽ അധികാരത്തിലെത്തി, ഇനി ബംഗാളിലേക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫോക്കസ് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇപ്പോഴും മമത തന്നെയാണ് അവിടെ ജയിക്കാനുള്ള സാധ്യത ഉള്ളൂ. കഴിഞ്ഞ ദിവസം മമത പോയി സുപ്രീം കോടതിയിൽ ഒരു കസറലും കൂടി നടത്തിയോടി ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് എന്ന് പറയുന്നത് മമതാ ബാനർജി തന്നെയാണ്. അവിടെ ബാക്കിയുള്ളവർക്ക് മത്സരിക്കാം, പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ആര് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി. അതാണ് അവിടുത്തെ പൊതുസ്ഥിതി എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസും അതേപോലെ തന്നെ CPM തമ്മിൽ മത്സരിച്ചിട്ടൊരു കാര്യമില്ല, അല്ലേ? കാര്യമുണ്ടാ? ഒരു കാര്യമില്ലെന്നാണ് നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഇവിടെയുള്ള കോൺഗ്രസിനും ഇവിടെയുള്ള CPMനും പരിക്കേൽപ്പിക്കുമെന്നതിനല്ലാതെ പശ്ചിമ ബംഗാളിൽ അതുകൊണ്ട് മെച്ചമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് എല്ലാവരും തന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സാധ്യത വിടുകയെന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ വരുമ്പോൾ കേരളത്തിലുള്ള പ്രശ്നമാണ്. കേരളത്തിൽ UDFൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് UDFന് അനുകൂലമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ ഈ UDFൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഭരണം കിട്ടിയ ഒരു സുഖത്തിലാണ്. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പുറത്ത് 98 പേരിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ 98 പേരിൽ നിന്ന് കുറേയധികം സീറ്റ് പിടിച്ചെടുത്താൽ മാത്രമാണ് അവർക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് കഴിയുന്നത്. അത് ചെറുതൊന്നുമല്ല, അല്ലേ? 30-ലധികം സീറ്റ് പിടിച്ചെടുത്താൽ മാത്രമാണ് അവർക്ക് അധികാരത്തിൽ വരാനായിട്ട് കഴിയുക. അത് അവരുടെ തന്നെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഒരു നിയമസഭ മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്ന MLA എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നാടുവാഴിയെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. നാടുവാഴിക്ക് ഉണ്ടാകുന്ന സ്വാധീനം, ബന്ധങ്ങളൊക്കെ വളരെ വലുതാണ്. അപ്പം അതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു MLA എന്ന് പറഞ്ഞത്, നമുക്കിപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ
ആ ഭരണവിരുദ്ധ വികാരം പിണറായി വിജയനെതിരായിട്ടുള്ള വികാരമായി, പിണറായി വിരുദ്ധ വികാരമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർക്കെതിരായിട്ടുള്ള ഒരു വികാരമില്ല ശരിക്കും. അതിനെയും കൂടി മറികടക്കേണ്ട ഒരു ആവശ്യമായിട്ട് UDF വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ മറികടന്നാൽ മാത്രമാണ് അവിടെ അവർക്ക് ഈ 30 സീറ്റുകൾ എന്ന് പറയുന്നത് അപ്പുറത്തുനിന്ന് പിടിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. 30-ലധികം സീറ്റുകൾ പിടിച്ചെടുത്താൽ മാത്രമാണ് അവർക്ക് അധികാരത്തിലേക്ക് വരാനായിട്ട് കഴിയുള്ളൂ. ഈ ഒരു ഹിൻഡ്രൻസിന് തടസ്സമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സംഗതികൾ വളരെ എളുപ്പമാണ് ഈ പറയില്ലെങ്കിലും ഇത് അത്ര എളുപ്പമാണുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ MLA-മാർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട്, കേരളത്തിൻ്റെ ഫണ്ട്, സർക്കാർ ഫണ്ട്, അതൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അവർ ചെന്ന് സ്വകാര്യമായിട്ട് പറയും ഇത് എൻ്റെ ഫണ്ടാണെന്നാണ്, അല്ലേ? അങ്ങനെ ഇവർ ഓരോരുത്തരും ഓരോ വീടുകളിലും പല സൈസ് സഹായങ്ങളൊക്കെ ചെയ്ത ആ വീട്ടുകാരൊക്കെ ഇവരുടെ വിധേയരായി നിൽക്കണം എന്നൊരു സാധ്യതയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മറികടന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ MLA-മാരെ തോൽപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിഷ്പക്ഷമായ കുറേ മനുഷ്യരാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്, ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അവർക്കൊരു റേഞ്ച് ഉണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതിൽ കൂടുതൽ സ്വാധീനവും അതിൽ കൂടുതൽ ഭൂരിപക്ഷമുള്ള നിയോജകമണ്ഡലങ്ങളിൽ നിഷ്പക്ഷ വോട്ടുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഒരു 10, 100, 500 വോട്ടുകൾക്കൊക്കെ വീണ്ടും അവർ ജയിച്ചു വന്നാൽ ഭരണം അത്ര എളുപ്പത്തിൽ കയ്യിലേക്ക് വരാനുള്ള സാധ്യതയില്ല. ഈ മുൻകൂട്ടി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ ആരും പ്രഖ്യാപിക്കുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ അടുത്ത കൊല്ലം അവർ തന്നെയാണെന്ന് കരുതാല് 5 കൊല്ലം മുമ്പ് വേണമെങ്കിൽ എതിരാളികൾക്ക് എന്ത് ചെയ്യാം, പ്രവർത്തനം തുടങ്ങാം. ഒരാളെ വെച്ചിട്ട് കരുനാഗപ്പള്ളി മഹേഷ് വെച്ചത്. പക്ഷെ അതിനുള്ള ധൈര്യമൊന്നും ഇവർക്ക് ആർക്കും ഇല്ല. ഇവരിത് പറയും ഞങ്ങൾ ഇപ്പം ശരിപ്പെടുത്തും, ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും, പക്ഷെ സ്ഥാനാർത്ഥി പൊട്ടി വീഴുന്നില്ല എന്നുള്ളതാണ്. അത് ആ സംഘടനകൾക്കകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള അഭ്യന്തര കലാപത്തിൻ്റെ പ്രശ്നമാണ്. ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ പറയും ജയിപ്പിക്കാൻ വേണ്ടി അവനെ പ്രഖ്യാപിച്ചു, അപ്പോൾ അവൻ്റെ എതിരാളി എതിർ ഗ്രൂപ്പിൽപ്പെട്ട മുഴുവൻ ആളുകളും അവനെ തോൽപ്പിക്കാൻ വേണ്ടി പണി അന്ന് തന്നെ തുടങ്ങും. ഇതാണ് ഇവരുടെയൊക്കെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊക്കെ മറികടക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയാൽ, അതാണല്ലോ ഇപ്പോൾ ശ്രീലേഖയുടെ കാര്യം പറഞ്ഞു. ശ്രീലേഖ IPS എന്ന് പറയുന്നത് അവരുടെ സ്റ്റാർ ക്യാമ്പയിനറും സ്റ്റാർ സ്ഥാനാർത്ഥിയുമായിരിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഈ നരേന്ദ്രമോദി വന്ന മീറ്റിങ്ങിൽ പോലും അവർ അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. അവരാണോ BJPക്ക് അതിർത്തി ഉണ്ടാക്കുന്നത്, BJP ആണോ അവർക്ക് അതിർത്തി ഉണ്ടാക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഏറിയോ കുറഞ്ഞോ ഒക്കെ എല്ലാ പാർട്ടികൾക്കകത്തും പ്രതിഫലിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സമസ്യയിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. K. സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷനായിരുന്ന സമയത്ത് അന്ന് പറഞ്ഞിരുന്നു 35 സീറ്റ് കേരളത്തിൽ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. അന്ന് അതിൻ്റെ ലോജിക്കിനെ കുറിച്ച് എല്ലാവരും ചിന്തിച്ചു, 35 സീറ്റ് കിട്ടിയാൽ എങ്ങനെയാണ് BJP ഭരിക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞതിനകത്ത് ചില പോയിന്റുണ്ട്. ഇത് തന്നെ K. സുരേന്ദ്രൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. അതായത് 35 സീറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് 105 സീറ്റാണ്. ഈ 105 സീറ്റ് LDFനും UDFനും എന്തായാലും തുല്യമായിട്ട് വരില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മെജോറിറ്റി ഉണ്ടാകും. അപ്പം ആ മെജോറിറ്റി ഉള്ള പാർട്ടിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ നിന്ന് MLA-മാരെ BJP ചാടിക്കാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരുമോ? ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ചുകൊണ്ട് 35 സീറ്റിലേക്കൊന്നും BJP വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ചില നിർണായകമായ ഇടപെടലുകൾ BJP നടത്തിയാൽ ഉറച്ച സീറ്റെന്ന് കരുതുന്ന UDFന്റെ സീറ്റുകളെ തോൽപ്പിക്കാനും ഉറച്ച സീറ്റെന്ന് LDF കരുതുന്ന സീറ്റുകൾ അട്ടിമറിക്കാനും BJPക്ക് സാധിച്ചേക്കാം. അത്തരം ഒരു തന്ത്രം പ്രയോഗിച്ചാൽ ഈ പറയുന്ന കൂട്ടലും കിഴിക്കലും ഒക്കെ തന്നെ പാളിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അല്ല, അങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പലവട്ടം ഞാനും പേഴ്സണായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം സാങ്കല്പികമായിട്ട് സാങ്കല്പിക്കണം. 35 സീറ്റ് 40 സീറ്റിനകത്ത് അവർ പറയുന്ന ആ സീറ്റിനകത്ത് അവർ ജയിച്ചു വരണം. ജയിച്ചു വന്നിട്ട് ഈ ആർക്കും അധികാരത്തിൽ വരാൻ പറ്റാത്തൊരവസ്ഥ വരികയും മുസ്ലിം ലീഗിന് അവർക്ക് എങ്ങനെ പോയാലും അവർ മത്സരിച്ച 10-25 സീറ്റ്, ഇപ്പൊ തന്നെ 18 സീറ്റ് നമ്മുടെ PDPയെ കാശ്മീരിൽ അധികാരത്തിൽ വരാൻ വേണ്ടി, അതായത് രാജ്യവിരുദ്ധ ശക്തികളെന്ന് എല്ലാവർക്കും പറയാൻ പറ്റുന്ന, ഇപ്പോഴും ആ നിലപാടെടുക്കുന്ന, അവരെ കൂട്ടുപിടിച്ച് ഭരിക്കാൻ പറ്റുന്ന BJPക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ സംസാരിച്ചിട്ട് അവർ വരുമെങ്കിൽ അവർ ഭരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഭരിക്കാം. അപ്പോൾ സുരേന്ദ്രന്റെ മനസ്സിലിരിക്കുന്നത് നാളെ കാലത്തെ കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടേ സുരേന്ദ്രൻ പറയുന്നതിൽ 35-40 സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഈ BJPയും മുസ്ലിം ലീഗും കൂടി
ഒരു ഐക്യമുന്നണി ഉണ്ടാക്കുകയും ഭരിക്കുകയും മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. മുഖ്യമന്ത്രി ആക്കി കൊടുക്കും BJP. അതെ. അതിനൊന്നും അവർക്ക് അതോടുകൂടി കേരളത്തിന്റെ അതെ, നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ ഭൂപടം തകർത്ത് തരിപ്പണം, രാഷ്ട്രീയ ഇക്വേഷൻ മൊത്തം എല്ലാം തരിപ്പണമാക്കി കഴിഞ്ഞ ശേഷം അടുത്ത തവണ BJP എന്ത് ചെയ്യും? തേരോട്ടം നടത്തും. ഇതാണ് അവരുടെ പദ്ധതി. അതെ. അതാണ് സുരേന്ദ്രൻ ഇപ്പോഴും പറയുന്നത്. ഇങ്ങനെ ഇതൊക്കെ നടക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വപ്നം ആർക്കും കാണാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.